ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയിട്ട് കൊല്ലം ആശ്രാമം മൈതാനത്ത് എക്സിബിഷൻ കാണാൻ പോയതാണ് ഇന്നത്തെ വീഡിയോ. കൊല്ലം മഹോത്സവം 2024 ടൈറ്റാനിക് എക്സിബിഷൻ ആയിരുന്നു മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ആദ്യം തന്നെ നേരെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 3 വയസ്സിന് മുകളിലേക്ക് കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ടൈറ്റാനിക്കിന്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് നമ്മളൊരു പാസേജിലേക്കാണ് കയറുന്നത്. പാസേജ് വഴി നടന്നു വരുമ്പോൾ മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് കാണാം. മുകളിലത്തെ ഡെക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയർ കേസ്. ഡെക്കിന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പാസേജ് കാണാം. ടൈറ്റാനിക് മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മൂവിയിൽ നമ്മൾ കാണുന്ന ഗ്രാൻഡ് ഹാൾ ആൻഡ് സ്റ്റെയർ കേസ് ഏരിയ. ഈ ഏരിയയൊക്കെ സിനിമയിൽ നമ്മൾ കാണുന്ന അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ സീലിംഗ് പോലും അതേപോലെ തന്നെ. സിനിമയിലെ പാട്ടും ഡയലോഗ്സും ഒക്കെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ടൈറ്റാനിക്കിലെ ഗ്രാൻഡ് ഹാളിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുമായിരുന്നു. അത്രയും അടിപൊളിയായിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരുപാട് ഏരിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ ഒരു ചെറിയ റെപ്ലിക്ക, അതേപോലെ ജാക്ക് ആൻഡ് റോസ് നിന്ന ഡെക്ക് ഏരിയ, പിന്നെ ഒരു ലൈഫ് ബോട്ടും. ജാക്കിൻ്റെ റോസിൻ്റെ ഡ്രസ്സ്, ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീല്, പിന്നെ ഷിപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പലതരം എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെ എല്ലാം മോഡൽസ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ടൈറ്റാനിക് ദുരന്തത്തെ പറ്റി വന്ന പേപ്പർ കട്ടിങ്സ്. ടൈറ്റാനിക്കിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഗുണ കേവിന്റെ എൻട്രി പോയിന്റിലേക്ക് എത്തും. ഗുണ കേവും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി അങ്ങിങ്ങായിട്ട് ഓരോ വവ്വാലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗുഹയ്ക്കകത്തൂടെ നമ്മൾ നടക്കുമ്പം കൺമണി എൻപോഡ് എന്നുള്ള പാട്ടും പിന്നെ കുട്ടേട്ട സുഭാഷ് എന്നൊക്കെ വിളിക്കുന്ന ഡയലോഗുകളും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് ഒരുപാട് സ്റ്റോളുകളുണ്ട്. അതേപോലെ ഫുഡ് കോർട്ടും. ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഗെയിം സെക്ഷനിലേക്ക് എത്തി. പിന്നെ വാശിയേറിയ പോരാട്ടമായിരുന്നു. ഇപ്പൊ സ്വർണ്ണ നാണയമായിട്ട് വരുമെന്ന് പറഞ്ഞു പോയ ആളാ ഒരു സോപ്പ് പെട്ടി പോലും കിട്ടാതെ ദാ നിൽക്കുന്നു. ഇതിൻ്റെ അകത്ത് കയറിയതോടെ തൻവി ഹാപ്പിയായി. ഇഷ്ടം പോലെ കളിക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സാന്റാക്ലോസ് എത്തി. കുറച്ചു നേരം പുറത്തൊക്കെ കറങ്ങി നടന്നിട്ട് ആള് കുട്ടികൾ കളിക്കുന്ന സെക്ഷനിലേക്ക് വന്നിട്ട് അകത്തേക്ക് എടുത്തൊരു ചാട്ടം. പണി പാളിയത് കണ്ട് സാന്റാക്ലോസും ഇറങ്ങി ഓടി. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തൻവി പിന്നെ സാന്റാക്ലോസിനെ പോയി കണ്ട് കൂടെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്തിട്ടാ വന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കൊല്ലം മഹോത്സവത്തിന്റെ വിശേഷങ്ങൾ. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.